നമ്മൾ പറയില്ല ഒരു വൈബ് എന്ന് പറയില്ല ഇന്നത്തെ ഭാഷ, ഒരു വൈബ് ഉള്ളിൽ ഡീപ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ അതൊരു പെരിഫറി സൂപ്പർഫിഷ്യൽ ആയിരിക്കും. അതെപ്പോ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം, അതെപ്പോ വേണമെങ്കിൽ തമ്മിൽ തെറ്റി പിരിയാം. അപ്പൊ നമ്മളൊരു ഡീപ്പ് ബോണ്ടേജ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്പിരിച്വൽ ലെവലിലൂടെ പറ്റുള്ളൂ. ഇന്നിപ്പോ ആ ഡീപ്പ് അല്ലാത്തത് കൊണ്ടാണ് ഒരു സൂപ്പർഫിഷ്യൽ ലെവലിൽ മാത്രമുള്ള കാണാനുള്ള ആ ഒരു ലോകത്തിൽ വെറും ഡാൻസും പാട്ടും അത് മാത്രമാകുമ്പോഴല്ലോ കുറെ കഴിഞ്ഞാൽ സംശയരോഗം കൂടി വരികയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അവഗണന കൂടി വരികയാണ്, കുറ്റപ്പെടുത്തൽ കൂടുതലാണ്. ആണോ? അതുപോലെ തന്നെ കുറെ കഴിഞ്ഞാൽ പബ്ലിക്കലി പരിഹസിക്കുന്നതൊക്കെ അതൊക്കെ പലർക്കും അങ്ങോട്ട് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് രണ്ടാമത്തത് മൈത്രി, മൂന്നാമത്തത് കൃപ, നാലാമത്തത് ഉപേക്ഷ. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ സർവാധരണീയനായ കേരളത്തിന്റെ ഗവർണർ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങും, അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് കല്യാണ ചടങ്ങുകളിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ്. എല്ലാവരും അവിടെ ഇരുന്നു കൊണ്ട് കഴിയുന്നത് നിങ്ങളൊന്ന് മുന്നോട്ടൊക്കെ ഒന്ന് വേഗം വേഗം കയറിയിരുന്നാൽ നന്നായിരുന്നു. കാരണം ഇടയ്ക്ക് വെച്ച് ആരും കയറി വരാതിരിക്കാനാണ്. പിന്നെ സീറ്റ് അല്ലെങ്കിൽ ആരെങ്കിലും ഇടയ്ക്ക് കയറി ഒന്ന് ബുദ്ധിമുട്ടിക്കരുത്. എല്ലാവരും അവിടെ ഇരുന്ന് ചടങ്ങുകളൊക്കെ കാണുക. ഇപ്പൊ നമ്മൾ ആ മഹത്തായൊരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഒരു വലിയ സൗഭാഗ്യമാണ് കേരളത്തിന്റെ ഗവർണർ ഇന്ന് ഇവിടെ ഈ ഒരു 13ാമത് സുഹൃത കാരുണ്യാമൃത യജ്ഞത്തിന്റെ ഭാഗമായി ഈ വിവാഹ ചടങ്ങില് അദ്ദേഹം പങ്കെടുക്കുന്നതും അദ്ദേഹം അനുഗ്രഹിക്കുന്നതൊക്കെ ഈ എറണാകുളത്തപ്പന്റെ മണ്ണിൽ അതൊരു അനുഗ്രഹമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പക്ഷേ ഇതൊരു ഓരോ നിയോഗം എന്ന് പറയില്ലേ നമ്മൾ ഓരോരുത്തർക്ക്. നമ്മുടെ ഗവർണറുടെ പേര് തന്നെ വിശ്വനാഥൻ എന്നാണ്. അപ്പൊ ഒരു വിശ്വനാഥൻ അപ്പുറത്തും ഒരു വിശ്വനാഥൻ ഇപ്പുറത്തും. ഭഗവാൻ എറണാകുളത്തപ്പനും വിശ്വനാഥനാണ്. ഇപ്പൊ വിശ്വനാഥനായ എറണാകുളത്തപ്പന്റെ ആ പവിത്ര മണ്ണിൽ കേരളത്തിന്റെ ഗവർണറായ വിശ്വനാഥൻ വരുമ്പോൾ രണ്ട് വിശ്വനാഥന്മാരുടെ ഒരപ്പുറത്ത് ഭഗവാൻ വിശ്വനാഥനും ഇപ്പുറത്ത് ആ ഭഗവാന്റെ രംശമായ കേരളത്തിന്റെ ഗവർണർ എന്ന ഉന്നത പദവി, കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ, ആ പവറിലിരിക്കുന്ന ഗവർണർ എന്ന ആ ഒരു അധികാരത്തിലിരിക്കുന്ന വിശ്വനാഥൻജി. ഇവിടെ ഈ കുട്ടികൾ വളരെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ എന്തോ ജന്മ സൗഭാഗ്യമായിരിക്കണം. ഇവിടെ നമ്മൾ ഈ പ്രാവശ്യം സെലക്ട് ചെയ്തിരിക്കുന്ന കുട്ടികൾ വളരെ ആദിവാസി മേഖലകളിലൊക്കെ ഉള്ളവരുണ്ട്. അതിൽ ഒന്നാലോചിച്ചൊക്കെ എത്രമാത്രം നമ്മുടെ സമൂഹത്തില് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന അവർക്ക് ഇന്ന് എറണാകുളത്തപ്പന്റെ ഈ മണ്ണിൽ ഇത്രയും ഒരു വിശിഷ്ടമായ ചടങ്ങിൽ, അതും കേരളത്തിന്റെ ബഹുമാന്യനായ ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങില് വന്ന് അവര് ആ അനുഗ്രഹം വരിക്കുക എന്നുള്ളത് അത് അവരുടെ സൗഭാഗ്യം തന്നെയാണ്. ആ കുട്ടികളെല്ലാവരും ഒന്ന് അനുമോദിക്കുക. അവരൊക്കെ വരുന്നുണ്ട്. കാരണം ഇതൊക്കെ ഏതോ ജന്മങ്ങളുടെ ഒരു സുഹൃതം എല്ലാവർക്കും ഉണ്ട്. അപ്പം ജന്മം കൊണ്ട് ഒരാള് ജന്മം കൊണ്ട് മാത്രമല്ല, ഇതൊക്കെ ചില ഒരു ജന്മ സുഹൃതവും കൂടി വേണം, അല്ലെ? എവിടെയൊക്കെയോ ജനിക്കുന്ന കുട്ടികള് അങ്ങോട്ട് വെച്ചോളൂ, ഇനി അങ്ങോട്ട് വെച്ചോളൂ, എടുത്തു വെച്ചോളൂ. അപ്പോ വെച്ചു. അപ്പോ അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ നിങ്ങൾ ആ കുട്ടികളെ നല്ലവണ്ണം, കുഴപ്പമില്ല, നല്ലവണ്ണം അനുമോദിക്കണം, ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. നമ്മുടെ ഹിന്ദു സമൂഹം, നമ്മൾ ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു മതത്തെ എടുത്ത് പറയല്ല. ഹിന്ദുമതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രകാശമായി, പ്രചോദനമായി, ഊർജമായി, സർവചരാചരങ്ങളെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും നന്മ വരണേ എന്നാഗ്രഹിക്കുന്ന ഒരു സംസ്കാരമായതുകൊണ്ടാണ് ഹിന്ദു എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളിലും സർവശ്രേഷ്ഠമായ, ഉദാത്തമായ, ഉന്നതമായ ചിന്തകളും വിചാരങ്ങളും ഉണ്ട്. നമ്മൾ ആരെയും മോശമാക്കൽ, എല്ലാവരും ശ്രേഷ്ഠരാണ്. പക്ഷെ ഭാരതത്തിന്റെ മതത്തില് പ്രത്യക്ഷമായ ഈ മന്ത്രങ്ങൾ സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു എന്നുള്ള മന്ത്രങ്ങളൊക്കെ എത്ര മനോഹരമായ, എത്ര ഉന്നതമായ, ഉത്കൃഷ്ടമായ ഭാവനയാണ്. നോക്കൂ,
സർവേഷാം എന്നാണ്. സർവേഷാം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ് അല്ലേ? ഈ ഒരു ഭാവം നമുക്ക് നമ്മുടെ മന്ത്രങ്ങളിലൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത്. ഞാൻ ഈ ഉപനിഷത്തൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഭാവന, നമ്മുടെ എത്രമാത്രം മഹത്വരമാണ് നമ്മുടെ ഭാവന. നോക്കൂ, ഇപ്പൊ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ വയ്ക്കുമ്പോഴല്ലോ, അവിടെ പ്രതിഷ്ഠ വയ്ക്കുന്ന സമയത്ത് തന്ത്രി ചൊല്ലുന്നത് സർവലോകമംഗളമസ്തു എന്നാണ്. ഈ പ്രതിഷ്ഠ കൊണ്ട് ഹിന്ദുവിന് അല്ലെങ്കിൽ ഈ എറണാകുളത്തുകാർക്ക് നന്മ ഉണ്ടാവട്ടെ എന്നല്ല. എന്താണ്? സർവലോകത്തിലുള്ള സർവചരാചരങ്ങൾക്കും മംഗളം ഉണ്ടാവട്ടെ എന്ന ഭാവനയിലാണ് പ്രതിഷ്ഠിക്കുന്നത്. സർവ ചരാചര ലോകമംഗളമസ്തു, എല്ലാവർക്കും, ആരെയും ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഹിന്ദുമതത്തിൽ പാമ്പിനെ ആരാധിക്കുന്നത്, മീനൂട്ടുള്ളത്, ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്നവരാണ് അല്ലേ? നിങ്ങൾ പാലക്കാട് അഗ്രഹാരത്തിൽ പോയ രാവിലെ തന്നെ അവരൊക്കെ കോലം ഇടും. ഇപ്പത്തിരി കള്ളത്തരായി. ഇപ്പൊ ഈ ഉറുമ്പ് കൊണ്ടുപോകാത്ത പൊടിയേയും. പണ്ട് ശരിക്കും അരിപ്പൊടി കൊണ്ട് കോലിടുന്നു. അപ്പൊ അരിപ്പൊടി കൊണ്ട് കോലിടുന്ന എന്തിനു വേണ്ടിയിട്ട് അറിയോ? അത് ആർക്കും കൂടെ കിട്ടണം, ഉറുമ്പിന് പോലും കൊടുക്കണം. നാരായണ ഗുരുദേവൻ എഴുതിയ അനുകമ്പാദശത്തിൽ പറയും, അരുതേ പീഡ ഒരു ഉറുമ്പിനെന്നാണ്. ഒരു ഉറുമ്പിന് പോലും എന്നെ കൊണ്ട് പീഡയുണ്ടാവരുതെന്ന് ചിന്തിക്കാനുള്ള ഭാവനയിലെത്തണമെന്ന്. അതുകൊണ്ടാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരൻ സുഖത്തിനായി വരണമെന്നൊക്കെ ആ മഹാഗുരു എഴുതി വെച്ചത്. ഇതാണ് ഭാരത സംസ്കാരം. അങ്ങനെയുള്ള ഒരു ഭാരത സംസ്കൃതിയിൽ ഒന്നിച്ച് കൈകോർത്ത് നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ ആ ഭാരതത്തിന്റെ ആ ഒരു പ്രകാശം, ചൈതന്യം എല്ലാവർക്കും എത്തട്ടെ. നമുക്കൊരു കുറച്ച് സമയം ഇവിടെ അഭിനയിക്കാനുള്ള റോള് തന്നിട്ടുള്ളൂ അല്ലേ? എല്ലാവരും ഒരു ദിവസം ഇവിടെ നിന്ന് പോവേണ്ടവരാണ്. എന്താണ് ഞാൻ ഇവിടെ പകർന്നു കൊടുക്കുന്നത്? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ സംസ്കാരമാണ് പകർന്നു കൊടുക്കുന്നത്. നാളത്തെ തലമുറ കാണണം അവര്, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഇപ്പൊ നമ്മൾ ആചരിക്കുന്നത് അവരും യത് ആചരതി തത് തത് ഇതരജന അനുവർത്തതെ. നമ്മൾ ആചരിക്കുന്നതാണ് മറ്റുള്ളവരും അനുവർത്തിക്കുന്നത്. അപ്പൊ ആദ്യം ആചരിച്ച് കാണിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്കുണ്ട്. അപ്പൊ നല്ലതൊക്കെ ആചരിക്കുക. എനിക്ക് സുഹൃതം യജ്ഞസമിതിക്ക് അവർക്ക് നല്ലൊരു അഭിനന്ദനം കൊടുക്കണം എല്ലാവരും. കാരണം അവരും അതിനുവേണ്ടി നമുക്ക് മുന്നിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ വേണം, ആരെങ്കിലും മുന്നിലിറങ്ങി പ്രവർത്തിക്കണം, എങ്കിലേ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇതൊരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. ആണോ? ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇപ്പൊ ഇതുപോലുള്ള ഒരു പന്തല് ഉണ്ടാക്കി ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് പറ്റുന്നതല്ല. ഒരുപക്ഷെ വ്യക്തിക്ക് പറ്റുമായിരിക്കാം, ഒരു അംബാനിക്കോ അല്ലെങ്കിൽ അദാനിക്കോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വ്യക്തികൾക്ക് പറ്റുമായിരിക്കാം. അങ്ങനെയുള്ളവര് കുറച്ച് കാര്യങ്ങൾ അവരവരുടെ നാട്ടിൽ ചെയ്യായിരിക്കാം. പക്ഷെ ഞാൻ കേരളത്തിൽ ഇങ്ങനെ ഹിന്ദു ഒരു സമൂഹ വിവാഹം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഇല്ല പറയാൻ പറ്റില്ല. പാലക്കാടുണ്ട്, ശ്രീ PMC മേനോൻജി ചെയ്യുന്നുണ്ട്, ശോഭ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, വളരെ ഗ്രേറ്റ് ആയിട്ട് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പാലക്കാടുള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. അതിനപ്പുറത്തുള്ള ഒരു സ്റ്റേറ്റുകാരൊന്നും അല്ല ഡിസ്ട്രിക്റ്റുകാരൊന്നും പോവില്ല. അപ്പൊ എന്നാൽ ഇവിടെ നമ്മള് ഏത് സമൂഹത്തിലും നിങ്ങൾ നോക്കൂ, ഇവിടെ വയനാട്ടുകാരുണ്ട്, ആലപ്പുഴക്കാരുണ്ട്, കൊല്ലക്കാരുണ്ട്, എറണാകുളത്തുകാരുണ്ട്, എവിടുന്നൊക്കെ ആൾക്ക് വരാൻ പറ്റും അവിടെ ഉള്ളവരൊക്കെ ഒരു വ്യത്യസ്തതയില്ലാതെ തെരഞ്ഞെടുത്ത് അങ്ങനെയുള്ള കുട്ടികളുടെ കല്യാണമാണ് ഈ വിശിഷ്ടമായ വേദിയിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു ജീവിതത്തിൽ കിട്ടിയ സുഹൃതമാണ് സുഹൃതം മാംഗല്യം. ഏറ്റവും വലിയൊരു സുഹൃതമാണ് സുഹൃതം മാംഗല്യം. ഇന്ന് നമുക്ക് ഇവിടെ മുൻനിരയിലൊക്കെ ഇരിക്കുന്നവര് കുറെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, സ്വർണത്തിന്റെയൊക്കെ വില നിങ്ങൾക്ക് അറിയാലോ, എത്ര വിലയാണ് സ്വർണത്തിനുള്ളത്. അപ്പൊ അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വിവാഹം മംഗളമായി നടത്താൻ ഇവിടെ സാധിക്കുന്നത്. അതിനുവേണ്ടി സമർപ്പണം നടത്തിയവർക്ക് നല്ലൊരു അഭിനന്ദനം ഹൃദയത്തിൽ നിന്നും വരണം. എന്നിട്ട് ഉള്ളിൽ പറയണം, അടുത്ത വർഷം എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ തോന്നട്ടെ എന്നും അതും കൂടി പറയണം. അത് പറഞ്ഞപ്പോ മിണ്ടണില്ലേ നിങ്ങള്? നമ്മള് അഭിനന്ദിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം, എനിക്കും എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ തോന്നട്ടെ. അങ്ങനെ തോന്നുമ്പോൾ അടുത്ത വർഷം നമുക്ക് 10 കുട്ടികളുടെ കല്യാണം നടത്താം. മനസ്സിലായില്ലേ? ഈ പ്രാവശ്യം നിങ്ങൾക്കറിയാം ഒരു അത്ഭുതം. അതായത് 96 കല്യാണമാണ് ഈ പവിത്ര മണ്ണിൽ നടന്നിട്ടുള്ളത്. ഇപ്രാവശ്യം ഒരു 5 കല്യാണം കൂടി ആകുമ്പം 101ആയി. എനിക്കൊരു അപേക്ഷ ഉണ്ട്, അത് 108 ആക്കണം എന്നുള്ളത്. അടുത്ത വർഷം 101ൽ നിന്ന് 108 ആക്കണമെങ്കിൽ അത് ഇന്നത്തെ സ്വർണത്തിന്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ എളുപ്പമല്ല.
അപ്പൊ നിങ്ങൾ കൈയടിച്ചാ പോരാ, കൈ അയക്കുകയും വേണം. ആ വാക്ക് മനസ്സിലായില്ല തോന്നണു. കൈ അടിച്ചാൽ മാത്രം പോരാ, കൈയൊന്ന് അയക്കുകയും വേണം. തയ്യാറാണോ? എത്ര പേര് തയ്യാറാണ്? നന്നായി. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിച്ചാൽ നമുക്ക് നടത്താം അടുത്ത വർഷം ഗംഭീരമായിട്ട്. അങ്ങനെ നമ്മള് തലമുറകളിലേക്ക് 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 ഭാരതത്തിന്റെ വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് സ്നേഹവും ഐക്യവും ഒത്തൊരുമയും ദാനവും എല്ലാം കൂടിച്ചേർന്ന ഉദാത്തമായ ഉത്കൃഷ്ടമായ നമ്മുടെ സംസ്കൃതി, ഭാവനകള്, സങ്കല്പങ്ങള് നമുക്ക് അതുകൊണ്ട് ധന്യമാക്കാം. എല്ലാവരും ഉറക്കെ ഹരേ രാമ ഹരേ രാമ ചൊല്ലുക. നമ്മുടെ ആദരണീയനായ ഗവർണർജിയും അതുപോലെ ഈ വിവാഹിതരാവുന്ന കുട്ടികളും, ഗവർണർജി നേരത്തെ വരാന്നാ പറഞ്ഞ, പക്ഷെ അദ്ദേഹം അവരുടെ കൂടെ വരുന്ന അദ്ദേഹത്തിന്റെ ആ വിശാല മനസ്സ്, ആ മഹാമനസ്സ്, അതാണ് അദ്ദേഹം ആ വിവാഹിതരാവുന്ന കുട്ടികളുടെ കൂടെ വരികയാണ്. എല്ലാവരും ചൊല്ലണം ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവരും എണീറ്റ് നിന്നാൽ നന്നായിരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ. ഉറക്കെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. national
जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। ഹരി ഓം നമസ്തേ. ശ്രീ എറണാകുളത്തപ്പന്റെ ദിവ്യ ചൈതന്യമരുളുന്ന ഈ പുണ്യഭൂവിൽ വെച്ച് സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ നേതൃത്വത്തിൽ ആത്മീയ ആചാര്യൻ സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യജിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന 13ാമത് സുഹൃതം കാരുണ്യ അമൃതത്തിന്റെ 4ാം ദിനമായ ഇന്ന് ഈ യജ്ഞവേദി ഏറ്റവും വലിയ മറ്റൊരു പുണ്യകർമ്മത്തിന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഹോണറബിൾ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവരുടെ മഹനീയ സാന്നിധ്യത്തിൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അത്യാഡംബരങ്ങൾക്ക് പകരം ദൈവികതയെയും മനുഷ്യത്വത്തെയും മുൻനിർത്തിയുള്ള സഹായമൊരുക്കിക്കൊണ്ട് 96ഓളം വിവാഹങ്ങൾ നടത്തിയ സുഹൃതം ഭാഗവത യജ്ഞ സമിതി മറ്റൊരു
പ്രേക്ഷകരുടെ മനം കവർന്ന ഗീത ജീവിത വിജയമന്ത്രം. സ്വാമിജിയുടെ ഭഗവത്ഗീത പഠന പരമ്പര. സമ്പൂർണമായ ഗീതാ പഠനം നമുക്ക് സാധ്യമാക്കാൻ ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത്. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്ന ഭഗവത്ഗീത ആസ്പദമാക്കിയിട്ടുള്ള ഈ പഠന ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം PVTV-യിൽ എല്ലാ ദിവസവും Let's all give a good clap. Thank you, Swamiji, and thank you, sir. Next, I welcome the chairperson of Sugadam Bhagavata Yajna Samiti, Justice R. Bhaskaran, President, Sugadam Bhagavata Yajna Samiti. I welcome you, sir. Another honorable guest today, Sri Mathu S. Nair, Chairman and MD, Cochin Shipyard, the person who is a key driver in forging alliances with the Thank you, sir. Dr. M.S. Remeshan, a teacher and at the same time a social reformer. His contribution in polymer chemistry is it's not it cannot be explained within minutes. He is a very true leader, Mananiya Pranda Sankhachalak of Rashtriya Swayamsevak. I wholeheartedly welcome you, sir, to this noble function. To give him Pannada, I request General Secretary Adhikayan PV. Next we have Sri Kumar Pilla sir, who is a member of Sukridam Bhagavata Yajna Samiti. I welcome you, sir, for this noble function. Lastly, but the not least, Sri Atikayan PV, General Secretary of Sukridam Bhagavata Yajna Samiti. Sir, I welcome you. ഇനി എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും നമ്മൾ ഇന്ന് ധന്യമുഹൂർത്തമാണ്. ഇത്രയും വലിയൊരു ഫംഗ്ഷൻ, ഇത്രയും നല്ലൊരു ധന്യമുഹൂർത്തത്തിൽ ഇതുപോലെയുള്ള ഇത്രയും സിമ്പിൾ വിനയാതീതനായ നമ്മളുടെ കേരള ഗവർണർ നമ്മളോടൊപ്പം ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ഭാഗ്യമാണ്. എല്ലാവർക്കും അദ്ദേഹത്തിന് ഒരുമിച്ച് എണീറ്റ് നിന്ന് ഒരു സ്വാഗതം കൊടുക്കാം. എല്ലാവരോടും ദയവ് ചെയ്ത് എണീറ്റ് നിന്ന് അദ്ദേഹത്തിനെ ആദരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഹരിയോം. അടുത്തതായി ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഭാരതത്തിന്റെ അഭിമാനമായ INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള നിരവധി പടക്കപ്പലുകളും യാനങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ട്
VTV പ്രേക്ഷകരുടെ മനം കവർന്ന ഗീത ജീവിത വിജയമന്ത്രം. സ്വാമിജിയുടെ ഭഗവത്ഗീത പഠന പരമ്പര. സമ്പൂർണമായ ഗീതാ പഠനം നമുക്ക് സാധ്യമാക്കാൻ ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത്. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്ന ഭഗവത്ഗീത ആസ്പദമാക്കിയിട്ടുള്ള ഈ പഠന ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം VTVയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക്. ഓർക്കുക, ഗീത ജീവിത വിജയമന്ത്രം.
PVTV പ്രേക്ഷകരുടെ മനം കവർന്ന ഗീത ജീവിത വിജയമന്ത്രം. സ്വാമിജിയുടെ ഭഗവത്ഗീത പഠന പരമ്പര. സമ്പൂർണമായ ഗീതാ പഠനം നമുക്ക് സാധ്യമാക്കാൻ ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത്. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്ന ഭഗവത്ഗീത ആസ്പദമാക്കിയിട്ടുള്ള ഈ പഠന ക്ലാസ്സിലേക്ക് we got married at the venue of Sugurdam. Added attraction of today's function is we are crossing the magic number of 101 marriages. We, the organizers, are immensely happy that Honorable Governor himself is personally present to bless the young couples. Apart from facilitating the marriage of our poor girls, Sugurdam has been conducting a lot of other noble activities like honoring Jawans, milk farmers, helping cancer patients, providing wheelchairs to physically challenged people. We thank Almighty and Swamiji for his leadership, and also general public who have been the pillars of support and encouragement for us all these 13 years, and expect the same enthusiasm and support in the coming year by spreading the noble cause for which Sugurdam has been standing for. Once again, thank you so much. And on behalf of Sugurdam Bhagavath Samiti, I take this opportunity to express my sincere thanks. Our governor has come over here. He's a very busy scheduled man. So, in spite of his official response, he come over here for protecting our couples. Thank you very much, sir. Thank you to everybody. Hari Om. Namaste. അടുത്തതായി ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നീതിന്യായ പീഠത്തിന്റെ ഭാഗമായി നീതിദേവതയുടെ കാവലാളായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആർ ഭാസ്കരൻ അവരുകളെ പ്രസിഡന്റ് സുഹൃതം ഭാഗവത യജ്ഞസമിതി അവരുകളെ ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. Honorable Governor of Kerala, Sri Rajendra Vishwanatha Arlekar, സ്വാമിജി ഉദിത് ചൈതന്യജി, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന മാന്യജനങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത് മുഴുവൻ നമ്മളുടെ മധു എസ് നായർ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് 2-3 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയാം. അത് ഇംഗ്ലീഷിലാണ് പറയാൻ പോകുന്നത്. കാരണം ഗവർണർക്ക് മലയാളം അറിയില്ല. അതുകൊണ്ട് ഐ വിൽ ഷിഫ്റ്റ് ടു ഇംഗ്ലീഷ്. Honorable Governor, we are very proud to have you here for blessing the new couples. They are also very fortunate for your presence here, which in the presence of a governor for the marriage is not a very easy thing, but you are blessed in that respect. Now I have to point out that in Kerala, large amounts are spent in the name of feast and other celebrations for marriages. Lakhs and lakhs of rupees are spent for marriages without any purpose or outcome. On the date of marriage, on the previous date, all these amounts are spent. And it is to show one's dignity and pride that he conducts it. If one person gives 101 sovereigns, the other man will think, if I don't give 101, or it will be my fault. So I will give 121 sovereigns with begging, borrowing, or stealing. So this is the trend which is very bad in our society, which has to be remedied. Sri Narayana Guru said only 20% should be invited for a marriage. At that time it may be 20, but now it is 2,000 minimum.
and everybody has to be treated well. So we have to think about it loudly. I'm not spending much time. Now, on the other hand, we have got persons without any physical financial stability, coming from very poor families. They have no persons to safeguard their interest or to conduct their marriage. Sugurdham Bhagavad Samiti, the Swamiji's leadership has shown the way. Only 101 marriages have been concluded. We look forward for doing more such things in the next years to come. And on this occasion, I pray God that He may bless all of you, the new couples, for a very happy and long life, married life. Thank you. സുഹൃതം ഭാഗവതയജ്ഞ സമിതിയുടെ നേതൃത്വത്തിൽ സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യജിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന 13ാമത് സുഹൃതം കാരുണ്യ അമൃതത്തിന്റെ ഭാഗമായുള്ള കന്യാദാനം ചടങ്ങിലേക്ക് കടക്കുന്നു. ആദ്യ വിവാഹം പാലക്കാട് കൊട്ടത്തറയിൽ പട്ടിമാലം താലൂക്കിൽ മാരിയപ്പന്റെയും ശകുന്തളയുടെയും മകൾ അഞ്ജുവും, പാലക്കാട് അട്ടപ്പാടി കൊട്ടത്തറയിൽ കൽക്കണ്ടിയൂരിൽ ഷെൽവിന്റെയും ഭദ്രയുടെയും മകൻ നാഗരാജുവും തമ്മിലുള്ള വിവാഹം. വധുവരന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം വധുവിന്റെയും വരന്റെയും മാതാപിതാക്കളെയും നിറഞ്ഞ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃതം ഭാഗവതയജ്ഞ സമിതിയുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി നാരായണിക്കുട്ടി അമ്മയെയും നിറഞ്ഞ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവറുകളുടെയും സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യജിയുടെയും അനുഗ്രഹാശസ്സുകളോടെ ഈ വധൂവരന്മാരുടെ കന്യാദാനമെന്ന മഹനീയ ചടങ്ങ് ഇവിടെ ആരംഭിക്കുന്നു. വിവാഹമോതിരം വധുവരന്മാർക്ക് സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവറുകൾ. അടുത്തത് പാലക്കാട് അഗളിയിൽ ഭൂതിവഴിയിൽ ഊരിൽ കാളി. വേദിയിൽ അടുത്തതായി പാലക്കാട് അഗളിയിൽ ഭൂതിവഴിയൂരിൽ കാളി മുത്തുവിന്റെയും ശിവയുടെയും മകൾ വിജയലക്ഷ്മിയും, പാലക്കാട് പാലൂരിൽ പൊന്നന്റെയും ഷെൽവിയുടെയും മകൻ പ്രഭുവും തമ്മിലുള്ള വിവാഹം. വധുവരന്മാരെ വേദിയിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒപ്പം വധുവിന്റെയും വരന്റെയും മാതാപിതാക്കളെയും
സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി ശാന്തി മോഹൻദാസ് എന്നിവരെയും നിറഞ്ഞ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവരുകളുടെയും സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യജിയുടെയും അനുഗ്രഹാശിസുകളോടെ ഈ വധൂവരന്മാരുടെ കന്യാദാനം എന്ന മഹനീയ ചടങ്ങ് ഇവിടെ നടക്കുന്നു. വിവാഹമോതിരം വധൂവരന്മാർക്ക് സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവറുകൾ. വധുവിന് സ്വർണമാല സമർപ്പിക്കുന്നത് സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശാന്തി മോഹൻദാസ്. വേദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് അഗളിയിൽ ഭൂതിവഴിയൂരിൽ കാളിമുത്തുവിന്റെയും ശിവയുടെയും മകൾ വിജയലക്ഷ്മിയും പാലക്കാട് പാലൂരിൽ പൊന്നന്റെയും ശെൽവിയുടെയും മകൻ പ്രഭുവും തമ്മിലുള്ള വിവാഹം. വേദിയിൽ അടുത്തതായി പോരൂർ വയനാട് ഓരത്ത് ബാലന്റെയും ലക്ഷ്മിയുടെയും മകൾ അമൃതയുടെയും വയനാട് ആലാട്ടിൽ കാലമൊട്ടമലിൽ അച്ചപ്പന്റെയും സരോജിനിയുടെയും മകൻ അനിൽകുമാറും തമ്മിലുള്ള വിവാഹം. വധൂവരന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം വധുവിന്റെയും വരന്റെയും മാതാപിതാക്കളെയും സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ CV ജയകുമാർ അവർകളെയും നിറഞ്ഞ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവറുകളുടെയും സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യജിയുടെയും അനുഗ്രഹാശിസുകളോടെ ഈ വധൂവരന്മാരുടെ കന്യാദാനം എന്ന മഹനീയ ചടങ്ങ് ഇവിടെ ആരംഭിക്കുന്നു. വിവാഹമോതിരം വധൂവരന്മാർക്ക് സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവറുകൾ. വധുവിന് സ്വർണമാല സമർപ്പിക്കുന്നത് സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ CV ജയകുമാർ. വേദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊരൂർ വയനാട് ഓരത്ത് ബാലന്റെയും ലക്ഷ്മിയുടെയും മകൾ അമൃതയുടെയും വയനാട് ആലാട്ടിൽ കാലമൊട്ടമലിൽ അച്ചപ്പന്റെയും സരോജിനിയുടെയും മകൾ അനിൽകുമാറും തമ്മിലുള്ള വിവാഹം. വേദിയിൽ അടുത്തതായി പാലക്കാട് മണ്ണാർക്കാട് താഴിമുലയിൽ കുമാറിന്റെയും രാജേശ്വരിയുടെയും മകൾ ഷീബയും പാലക്കാട് അഗളിയിൽ പട്ടിമാലം മാരിയപ്പന്റെയും ശകുന്തളയുടെയും മകൻ അർജുനും തമ്മിലുള്ള വിവാഹം. ഒപ്പം വധുവിന്റെയും വരന്റെയും മാതാപിതാക്കളെയും സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ചന്ദ്രിക അവരുകളെയും നിറഞ്ഞ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവറുകളുടെയും സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യജിയുടെയും അനുഗ്രഹാശിസുകളോടെ ഈ വധൂവരന്മാരുടെ കന്യാദാനം എന്ന മഹനീയ ചടങ്ങ് ഇവിടെ നടക്കുന്നു. വിവാഹമോതിരം വധൂവരന്മാർക്ക് സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവറുകൾ.
വേദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാട് താഴിമുലയിൽ കുമാറിന്റെയും രാജേശ്വരിയുടെയും മകൾ ഷീബയും, പാലക്കാട് അഗളിയിൽ പട്ടിമാല മാരിയപ്പന്റെയും ശകുന്തുലയുടെയും മകൻ അർജുനും തമ്മിലുള്ള വിവാഹം. വേദിയിൽ അടുത്തതായി ചേർത്തലയിൽ എഴുപുന്ന വലിയ തോട് നികർത്തിയിൽ വീട്ടിൽ സാബുവിന്റെയും അജിതയുടെയും മകൾ സജിഷയും, ആലപ്പുഴ എഴുപുന്നയിൽ കോണാട്ടുതറയിൽ ബാബുവിന്റെയും ബിന്ദുവിന്റെയും മകൻ ബിനുവും തമ്മിലുള്ള വിവാഹം. ഒപ്പം വധുവിന്റെയും വരന്റെയും മാതാപിതാക്കളെയും സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി വിജയകുമാരി അവர்களെയും നിറഞ്ഞ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവരുടെ സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യജിയുടെയും അനുഗ്രഹാശസ്സുകളോടെ ഈ വധുവരന്മാരുടെ കന്യാദാനം എന്ന മഹനീയ ചടങ്ങ് ഇവിടെ നടക്കുന്നു. വിവാഹമോതിരം വധുവരന്മാർക്ക് സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവർ. വധുവിന് സ്വർണ്ണമാല സമർപ്പിക്കുന്നത് സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി വിജയകുമാരി അമ്മ. അടുത്തതായി വാരണമാല്യം എന്ന ചടങ്ങ് ആരംഭിക്കുകയാണ്. സുഹൃതം കാരുണ്യാമൃതം വേദിയിൽ ഇവിടെ കന്യാദാനം നടത്തപ്പെട്ട മുഴുവൻ വധൂവരന്മാരുടെയും വാരണമാല്യം ചടങ്ങാണ് ഇപ്പോൾ വേദിയിൽ ആരംഭിക്കുന്നത്. ഈ ചടങ്ങിന് ഇവിടെ മഹനീയ സാന്നിധ്യമായി വന്നെത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവർ. നാരായണീയം ദശകം 100 ഭഗവാന്റെ കേശാധിപാത വർണ്ണനം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ ബലീലോഭനീയം
പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീദം നാരദാധ്യൈ വിലസദുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസ്രംനിവീതം തവ മൃദുകബരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാം അവിജസുലളിതാം പാലവാലേന്ദുവീഥിം ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരി ചഞ്ചലഭ്രോ വിലാസൈ ആനീലസ്നിഗ്ധപശ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രഛായം വിശാലാരുണ കമലദളാകാരം കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാമയ്യനാഥേ ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസദ്ഗണ്ഡപാളി വ്യാലോലകർണപാശാഞ്ചിതമകരമണി കുണ്ടലധ്വംഗദീപ്രം ഉന്മീലദന്തപംക്തി സുരതരുണതരച്ഛായ ബിംബാദരാന്ധ പ്രീതിപ്രസ്യം വിമന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസദാ മേ ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയപ്രദാ ഷോഡപാണി പ്രവാളേ നോപാതാമേണുനാളീം പ്രസുതനഖമയോ ഗംഗുലീ സംഘശാരാം കൃത്വാ വക്രാരവിന്ദേ സുമധുരവികസദ്രാഹമുദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനേ സിഞ്ച മേ കർണവീഥിം ഉത്സർപ്പത്കൗസ്തുഭശ്രീതതിവിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമൂതി പ്രഹാരപ്രദാനം നാനാവർണപ്രസൂനാവലികിസലയിനി വന്യമാലാം വിലോല ലോലംബാലംബമാനാം പുരസി തവ തഥാ ഭാവയേ രത്നമാലാം അംഗേ പഞ്ചാംഗരാഘൈ അതിശയ വികസത് സൗരഭാഗൃഷ്ടലോകം ഹീനാനേകത്രിലോകീ വിദതിമവികൃശാം വിഭ്രതം മധ്യവല്ലീം ചക്രാസ്മന്യത്തത പ്രോജ്വലഗനഗനിഭം പീതചേലം ദധാനം ധ്യായാമോദി പ്രരശ്മി സ്ഫുടമണിരശനാം കിങ്കിണീ മണ്ഡിതം ത്വാം ഊരോ ചാരോ തവോരോ ഘനമതൃണരുചൗ ചിത്തചോരൗരമാലാ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭോ പീതചേലാവൃതാംഗോ ആനമ്രാണാം പുരസ്താത് ന്യസനധൃത സമസ്താർത്തപാളി സമുദ്ര ഛായം ജാനുദ്വയം ച ക്രമമൃദുലമനോജ്ഞേ ച ധൃംഗേ നിഷേവേ മഞ്ജീരം മഞ്ജുനാഥൈരിവ പദവചനം ശ്രേയ ഇത്യാലബന്ധം പാദാഘ്രം ഭ്രാന്തിമജ്ജ പ്രണതജനമനോ മന്ദരോദാരകൂർവം ഉത്തുംഗാതാമ്രരാജന്നഹര ഹിമഹര ജ്യോത്സ്നയാദാത്രിദാനാം സന്താപധ്വാന്തഹന്ത്രീ തതിമനുകലയേ മംഗലാമംഗുലീയാം യോഗീന്ദ്രാണാം തദംഗേ ചതികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷത്യുദരികിതലയം നാദാതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാവാൻ
പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ അജ്ഞാത്വാ തേ മഹത്വം യദി നിഗദിതം വിശ്വനാഥ ക്ഷമേധ സ്തോത്രം ചൈതസഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാത് വേദാനാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈതിദമിഹ ഗുരുദാം ആയുരാരോഗ്യ സൗഖ്യം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै 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 नमो नमः. या देवी सर्वभूतेषु शक्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः. या देवी सर्वभूतेषु भक्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः. या देवी सर्वभूतेषु प्रेमरूपेण संस्थिता नमस्तस्यै 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 नमो नमः. या देवी सर्वभूतेषु शान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः. या देवी सर्वभूतेषु श्रद्धारूपेण संस्थिता नमस्तस्यै 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 नमो नमः. या देवी सर्वभूतेषु दयारूपेण संस्थिता नमस्तस्यै 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 नमो नमः. सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते. सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते. വേദിയിൽ അടുത്തതായി ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവറുകൾക്ക് പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമായ ഭാഗവത ശംഖ് സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യജി അവറുകൾ സമർപ്പിക്കുന്നു.
കേരളത്തിന്റെ 23ാമത് ഗവർണർ ബഹുമാനപ്പെട്ട ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവറുകൾ ഗോവ സ്വദേശിയാണ്. കൊച്ചിയും ഗോവയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. മുൻപ് ഗോവൻ സർക്കാരിന്റെ ക്യാബിനറ്റ് മന്ത്രിയും ഗോവ നിയമസഭ മുൻ സ്പീക്കറുമായിരുന്ന അദ്ദേഹം ബീഹാർ, ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളുടെയും ഗവർണർ പദം അലങ്കരിച്ചിട്ടുണ്ട്. സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ കന്യാദാനം ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയനായ ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവറുകളെ വധൂവരന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടും ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാന പുരസ്കാരം ക്ഷണിച്ചുകൊള്ളുന്നു. Namaskaram. It is my great pleasure and great honor also to be here at the Kalyanam, and then in presence of you all and Pujaniya Swamiji. We all have blessed the new wedded couple. This is a different occasion. This is Sukrutam Samuha Vivaha. Bhagavata Yajna Samiti has performed this. On this very occasion, I am sharing this honorable dais with Pujaniya Swamiji, Udit Chaitanya ji, Justice R. Bhaskaram ji, Shri Athikeyan, who is General Secretary of the Sukrutam Samiti, Shri Madhu Nair, who is MD, CMD of Cochin Shipyard, Shri Shri Kumar Pille ji, Professor M.S. Rameshan, all other dignitaries sitting in the audience, and all of you here, Sahodari, Sahodaran Mare, Namaskaram. Blessings, because I am not that big person. Our blessings from Almighty and Pujaniya Swamiji are already with you people who are wedded. But it is a fortune for me. In our culture, Kanyadanam is considered as a Shrestha Danam. And that Kanyadanam was done here. Normally we have to do only one Kanyadanam. But I am so fortunate that I have performed 5 Kanyadanams here. What a big punya for me. In our culture, in our Sanskriti, amongst all Dham, Kanyadanam is considered as a Shrestha. One who enters the Grahastha Ashram, he will be getting moksha or swarga only if he performs Kanyadanam. That is what it is said. And see how many doors are open for me now. I am very much thankful to you all, Swamiji, for giving me such a big punya. This is really a great occasion. When such things are happening, Samuha Vivaha, Sukrutam, this particular organization has been doing this for last 12 years. And this year, after completing this 5 Vivaha, they are achieving the mark of 101 Vivaha. That itself is a big achievement. We have in our culture
different sanskar. All these sanskars are very much important. Normally we perform 16 sanskars. And amongst them, entering the grahasthashram, that is Vivaha Sanskara, is considered as most sacred person, sacred Sanskara. Because entering the grahasthashram gives the dharana to samajam. Dharana to samajam, that is samaj, the society, the people, all the conglomeration, that extends while after entering grahastha ashram. That is what our culture has taught us today. And that is what we are making ahead. That is the reason why I am happy here. Because these five vivaha have been performed. With the blessings of Almighty, this particular trend should continue. There are many reasons why it is to be done in a samuha, collection. Why it has to be done? There are many reasons. First is because of the all other constraints, financial constraints. Another is time saving. Another is getting the blessings of all people like Swamiji and you people. That makes the Samuha Vivaha different from all these things. When I was in Bihar, I attended one Samuha Vivaha Sanskara. But that was still different one. How it was different? All the couples, these were about 12 couples were there. And all the couples were Divyangajana. That is, in our common language we call handicap, physically handicapped. All these, both husband and wife, bride and bridegroom, both were Divyanga. And these 12 vivaha were performed and I had opportunity to attend there. Really, it was a great thing. Such organization like Sukrutam, they come forward for the help of society, for the people in the society. That is what we need today. All our sanskar, which we normally used to get in our families, nowadays we are not looking at the families to get sanskar. Now what is the sanskar that we want to have today? As we see towards the society, the behavior of the people, behavior of our youngsters, we feel very sad and we feel really depressed. How and where our society and people are going towards. Day by day we are becoming Western culturized. Western culture is being thrust upon us. And we are forgetting what the culture was. And this has been becoming because for last many years, many decades, maybe centuries, because of aggression from other people outside our country. They pressed us, they thrust their culture, and we consider today is their culture as our culture. We don't know what is happening in our society, what is happening in our family. We have to at any cost maintain the culture of our family. We have a very big tradition in this country. And that tradition has to be, that parampara has to be maintained at any cost. I will just give you one small example, but that is how we are changing, that will tell you. If any of you, by my next statement, if any of you gets hurt, please forgive me for that. Just say, we are in a family. How we are behaving in the family. How we are presenting ourselves before our next generation. We know how to blame our young children.
we know they are doing this, they are not doing this, they are not doing this, they are going in the wrong way. We always curse them and give them all teachings. Can we look at ourselves? They look with us, they look at us, and then they follow. We have to check ourselves. There are many families where we have changed our nomenclature. Just now, when all these our very dear wedded couple there, they were here. Their family members were also here. I was just watching. They have maintained their culture, and they were calling each other Achan, Amma, and all that was there. But let us try to look in our families. Our education, our cultural thrust from other countries has destroyed our culture in family. What is that? We don't have Achan in our house now. We don't have Amma in our homes. Instead, we have Mummy, we have Daddy, we have Papa, we have Auntie, we have Uncle. Where is our culture gone? Where is Achan has gone? Where is our Amma? I don't know other relations how we call in Kerala, in Malayalam language. But let us try to look at our family and understand what is happening in our family. We have lost our Amma, we have lost our Achan. Instead, we have Daddy, we have Mummy now, we have Auntie, we have Uncle. It is our responsibility now to maintain our culture, maintain our tradition. We have to have our Achan. We must have Amma in my house, in my home. That is exactly what we want by our culture. There is a big responsibility, my dear young couples. You have just wedded. But this has to be kept in mind. Our culture, our tradition, our parampara and everything is so great. But it is not great only in books. Our Puranas, our Vedas, our Upanishads have taught us everything. It is so high level, no other literature in the world can match that. But is it only for to be in book? It has to be in our daily life. It has to be followed by us in day-to-day life. So my request to you, all my young brothers and sisters, in fact, I have done your Kanyadanam, so all of you are my son-in-law and all those things. My request to you all, this culture of our India, Bharatiya culture has to be maintained at any cost. It has to be maintained. Otherwise, in next century, we are losing. All people are waiting to destroy our culture, our thoughts. We have to have that Sukrut has to be there within us. Sukrutam means all good deeds are Sukruta. So all good deeds, those Sukrut has to be in our family. We must, not only this society, not only this organization, it is the responsibility of all of us, including myself, all of us, that to maintain Sukruta of our family, of our tradition and our society, that we are responsible for that. By this, our great country, Rashtra, Bharatiya Rashtra, will be prosperous. Our CMD of Cochin Shipyard, Madhuji, was referring to Vikasit Bharat. Vikasit Bharat is nothing. Vikasit Bharat is Vikasit Samaj, Vikasit family, Vikasit our all people, our next generation. Then only Vikasit Bharat will be there. Then only Vikasit Samaj will be there.
that dream of our Pradhan Mantri Narendra Modi ji, it is not only his dream, it is dream of me, it is dream of you, it is dream of all of us. So we have a responsibility, big responsibility, that has to be followed. Sukrutam has been doing all these 12, 15 years a good work for the society. They have been giving some patients whatever what is needed. They have been giving what service to the society. They told me, and I have read, that they have offered some wheelchairs. They have given some cancer patients the treatment which is required. The society needs such organizations to support. And in turn, we have to support such organization like Sukrutam. It is our responsibility. We will support and they will support the society. So that is what we need today. My best wishes to all of you here. I know this is not the time. At the wedding ceremony, we never make any speeches. This is the blessings of our God that we ask for. But today is a different function, different occasion. All of you have gathered. Let us be the pillars and torch bearers of our Bharatiya Sanskriti. Let us be ourselves. We will say it today. And this is not a preaching to others. This is for me to follow. This is I who have to follow this. And without following this, if I give you lecture, you will say, what hollow person is this? Whatever he wants, he speaks and goes. You people will be just clapping. What a nice speech he has given. But this is a message for me to follow. This is a message for all of us to follow. And on this very good occasion, let us have a sankalpa. Let us decide, let us have a pledge. Yes, I will check my family, my house, and march ahead and do that. My again request to all this newly wedded couple that they will do all such things. They will follow this. As I said, this is the very sacred sanskara of our culture. And you have entered Grahasthashrama. That Grahasthashrama will be Almighty's, with Almighty's blessing, should be flourished. You will get all the things which you want. That is what I pray before the God. Before concluding, I will just say a few words. It is not much one, but all these couples, 5 couples are there. On behalf of myself and from behalf of Loka Bhavan, I announce that each couple will be given 20,000 rupees from Loka Bhavan to have their next all those things in a proper way. I will see that from Loka Bhavan we will be giving 20,000 each. The check will be deposited in their accounts through Sukrutam. That's all. Again, I wish you all the best. And if I have crossed my limit, please, I am Chamaswa from you. That's all. Nanni Namaskaram. Thank you so much for this noble gesture, our Honorable Governor. We are so grateful for this. On behalf of everyone present here, we bow our head in front of you. Thank you. ഭാരതത്തിന്റെ ദേശഭക്തി ഗാനമായി ഭരണഘടന സ്വീകരിച്ച വന്ദേ മാതരം എന്ന ഗാനം രചിച്ചതിന്റെ 150-ാം വാർഷികം ആചരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിലുടനീളം വിദ്യാഭ്യാസ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ദേശീയ യൂത്ത് ഡേ ആയ ജനുവരി മാസം 12-ാം തീയതി കാലത്ത് 11 മണിക്ക് ഒരേ സമയം ഒരേ ശബ്ദത്തിൽ നാം ഒരേ ഭാരത മക്കളാണെന്ന ഭാവത്തിൽ വന്ദേ മാതരം ആലപിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയുള്ള സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ അപേക്ഷ ശ്രീ എം ഉണ്ണികൃഷ്ണൻ അവർ സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യജി അവർക്ക് നൽകുന്നു. തുടർന്ന് സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യജി അവർ ബഹുമാനപ്പെട്ട ഹോണറബിൾ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവർക്ക് സമർപ്പിക്കുന്നു. It's a honorable petition from Sukrutam Bhagavata Yajna Samiti to celebrate Vande Mataram on the special day that is January 12th every year by all the institutions around India.
Now I invite eminent writer Srimati Srikumari Ramachandran to present her latest book to Honorable Governor Sri Rajendra Vishwanath Arlekarji. അടുത്തതായി ചടങ്ങിന് കൃതജ്ഞത അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ ഭരണസമിതി അംഗം ശ്രീ ശ്രീകുമാരൻ പിള്ള അവരുകളെ നിറഞ്ഞ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇൻഫാക്ട് ഐ എം വെരി പ്രൗഡ് ടു ബി ഹിയർ to propose vote of thanks. I don't know how my name was selected for this noble cause. In a venue where Honorable Governor is also present, I have a small connection with Goa, sir, for your information. My wife is from Ponda, Goa, and I have heard that your father used to run some business there. My father-in-law and mother-in-law, they have told me this. So that may be a coincidence that I am entrusted with this duty of giving the vote of thanks in this function. I am very happy to be here. Honorable Governor Ji, Sambhujya Swamiji, our beloved Madhu Sir, നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും ഇതുപോലെയുള്ള എല്ലാ സംരംഭങ്ങളിലും ഒരു നിറഞ്ഞ സാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം സാന്നിധ്യം കൊണ്ടും സാധാരണഗതിയിൽ അദ്ദേഹം ഭാര്യാസമേതനായിട്ട് ആണ് വരുന്നത്. ഇവിടെയും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം എല്ലാ നല്ല കാര്യങ്ങളിലും സുഹൃതങ്ങളിലും പങ്കെടുക്കുന്ന, സുഹൃതം മാത്രമല്ല മറ്റു സുഹൃത ചടങ്ങുകളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് മധു സാർ. ഈ വേദിയിൽ നന്ദി പ്രകാശിപ്പിക്കാൻ വാക്കുകളില്ല. ഓണറബിൾ ഗവർണർ പറഞ്ഞത്, whatever you preach, you should practice in your life. I think he has done that by gifting 20,000 each to each of these couple from the Lok Bhavan. Thank you very much for sir. Thank you for your presence. And I urge upon all these people who are present here, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ നല്ല മനസ്സുകളോടും തുടർന്നും 13ാമത്തെ എഡിഷനാണ് കഴിഞ്ഞത്. തുടർന്നും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും എല്ലാം പറഞ്ഞ് എല്ലാ വർഷവും നടത്തുന്ന ഈ ഒരു സംരംഭത്തിന് നല്ല ഒരു മുതൽക്കൂട്ട് സംഭാവന തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കല്യാണങ്ങളിലും ഉള്ളതുപോലെ ഒരു ചെറിയ സദ്യ സൽക്കാരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതോടുകൂടി ഈ ചടങ്ങ് ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा गण गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 जय